മഴ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ? എന്നാൽ നിങ്ങൾ രക്തമഴ, എട്ടുകാലി മഴ, മീൻ മഴ ഇങ്ങനെയുള്ള മഴകളെ കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ചില മഴകളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് വരുന്നത് ചുവന്ന മഴ അഥവാ രക്തമഴയാണ്. സാധാരണയായിട്ട് മഴ പെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും പെയ്യുന്നത്. ആകാശത്ത് നിന്ന് ചുവന്ന നിറത്തിൽ രക്തത്തെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ മഴ പെയ്യുന്നതിനെയാണ് പൊതുവെ ഇത്തരം ബ്ലഡ് റെയിന് അഥവാ ചുവന്ന മഴ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മഴകൾ ലോകത്തിന്റെ പല പ്രദേശങ്ങളിലുമായിട്ട് പെയ്യാറുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തിൽ പോലും ഇത്തരം ഒരു മഴ പെയ്തിരുന്നു. 2001 കാലത്ത് ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ചില ഭാഗങ്ങളിലായിട്ട് ഇത്തരമൊരു ചുവന്ന മഴ പെയ്തിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രക്തം, ബ്ലഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെയായിരുന്നു പല റോഡരികിലും മറ്റുമെല്ലാം കണ്ടിരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് അന്ന് എന്താണ് ഇതിന് കാരണമെന്നറിയാനായിട്ട് പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ഇതിലൂടെ അവർ കണ്ടെത്തിയത് ടെൻഡഫോളിയ അനലറ്റ എന്നൊരു ചുവന്ന നിറത്തിലുള്ള ആൽഗ ആകാശത്തെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തന്നെ മഴ പെയ്യുമ്പോൾ ഇത്തരം ഒരു ചുവന്ന ആൽഗയും താഴേക്ക് വീഴുന്നത് കാരണമായിട്ടാണ് ഇങ്ങനെ ഒരു രക്തത്തെ പോലെ തോന്നിപ്പിക്കുന്ന മഴ ഉണ്ടായിട്ടുള്ളത്. 2012 ശ്രീലങ്കയിലെ ഒരു പ്രദേശത്തും ഇത്തരം ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയും കാരണം നമ്മൾ ഈ പറഞ്ഞ ചുവന്ന ആൽഗ തന്നെയായിരുന്നു. രണ്ടാമതായിട്ട് വരുന്നത് ഫിഷ് റെയിൻ അഥവാ മീൻ മഴയാണ്. ആകാശത്ത് നിന്നും മഴയോടൊപ്പം മീനുകളും ഇത്തരത്തിൽ തന്നെ ഒരുപോലെ താഴേക്ക് വീഴുന്നതിനെയാണ് പൊതുവെ മീൻ മഴ എന്ന് പറയുന്നത്. 2017 മെക്സിക്കോയിലെ ഒരു പ്രദേശത്ത് ഇത്തരം ഒരു മഴ പെയ്തിരുന്നു. ഇത് കണ്ട് നാട്ടിലെ ആളുകളെല്ലാം വലിയ രീതിയിൽ തന്നെ ഭയപ്പെട്ടിരുന്നു. ഇതുമായിട്ട് ഗവേഷകർ പരീക്ഷണങ്ങളെല്ലാം നടത്തി നോക്കിയപ്പോൾ അവർക്കറിയാനായിട്ട് സാധിച്ചത് ചില സമയങ്ങളിൽ കടലിൽ വലിയ രീതിയിൽ തന്നെ ശക്തമേറിയിട്ടുള്ള ചുഴലിക്കാറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ കടലിന്റെ മുകൾ പരപ്പിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെല്ലാം ഇത്തരം കാറ്റിൽ അകപ്പെട്ടുകൊണ്ട് കാറ്റിന്റെ കൂടെ ആകാശത്തിലേക്ക്, മേഘത്തിലേക്ക് എത്തുന്നതാണ്. ഇത് കാരണമായിട്ടാണ് ഇത്തരത്തിൽ തന്നെ മഴ പെയ്യുമ്പോൾ അതിന്റെ കൂടെ മീനുകളും ഇത്തരത്തിൽ തന്നെ താഴേക്ക് വീഴുന്നത്. ഇതിനാലാണ് ഇതിന് മീൻ മഴ എന്ന പേര് വന്നത്. ഇങ്ങനെ ഒരു മഴ അധികവും സംഭവിക്കാറുള്ളത് ഇത്തരം കടലിന്റെ, സമുദ്രത്തിന്റെ ഒക്കെ അടുത്തുള്ള പ്രദേശങ്ങളിലാണ്. മൂന്നാമതായിട്ട് വരുന്നത് സ്പൈഡർ റെയിൻ അഥവാ എട്ടുകാലി മഴയാണ്. ആകാശത്ത് നിന്ന് എട്ടുകാലികൾ മഴയെപ്പോലെ താഴേക്ക് വീഴുന്നതിനെയാണ് ചിലന്തി മഴ അഥവാ സ്പൈഡർ റെയിൻ എന്ന് പറയുന്നത്. 2015 ഓസ്ട്രേലിയയിലെ ഒരു പ്രദേശത്ത് ഇത്തരമൊരു എട്ടുകാലി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, എങ്ങനെയാണ് ഇത്തരത്തിൽ തന്നെ ഒരുപോലെ എട്ടുകാലികൾ താഴേക്ക് വീഴുന്നതിനെ കുറിച്ച് ഗവേഷകർ പല പരീക്ഷണങ്ങളും അന്ന് നടത്തി നോക്കിയിരുന്നു. ഏപ്രിൽ മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള സമയകാലത്ത് ഇത്തരം എട്ടുകാലികൾ ഒരുപാടധികം പെറ്റുപെരുകുന്ന സമയമാണ്. എന്നാൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന എട്ടുകാലികൾ വലിയ രീതിയിൽ തന്നെ കാറ്റ് വീശുമ്പോൾ അവയും അതിൽപ്പെട്ട് കാറ്റിന്റെ കൂടെ പാറിപ്പോകും. പിന്നീട് ഈ ഒരു കാറ്റിന്റെ വേഗത എവിടെയാണോ കുറയുന്നത് അവിടെ ഇത്തരത്തിൽ തന്നെ ഇത്തരം എട്ടുകാലികൾ ഒരുപോലെ ഒരു മഴയെ പോലെ താഴേക്ക് വീഴുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് ഗൂഗിളിലും മറ്റുമെല്ലാം സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനാവുന്നതാണ്. ഇങ്ങനെ ഇത്തരമൊരു എട്ടുകാലി മഴ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാം ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുണ്ട്. നാലാമതായിട്ട് വരുന്നത് ചാരമഴ അഥവാ ആഷ് നിറത്തിലുള്ള മഴയാണ്. ആകാശത്ത് നിന്ന് ഇത്തരം ചാര നിറത്തിൽ വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നതിനെയാണ് പൊതുവെ ആഷ് റെയിൻ അഥവാ ചാരമഴ എന്ന് പറയുന്നത്. ഇത്തരമൊരു ചാരമഴ അധികവും സംഭവിക്കാറുള്ളത് അഗ്നിപർവ്വതം, വോൾക്കാനോസ് കൂടുതലുള്ള പ്രദേശങ്ങളിലാണ്. 2012 ഇത്തരമൊരു മഴ ഇന്തോനേഷ്യയിൽ പെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, ഇന്തോനേഷ്യ എന്നത് ധാരാളം അഗ്നിപർവ്വതങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ്. അങ്ങനെ അവിടെ ഒരു വലിയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അതിന്റെ ഇത്തരം ചാര നിറത്തിലുള്ള പൊടിപടലങ്ങളെല്ലാം ആകെ പരന്നുകൊണ്ട് ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിൽ ഇത് പൊട്ടിയിരുന്നു എന്നൊക്കെയാണ് അവിടെയുള്ള ഗവേഷകർ പറയുന്നത്. ഇതിനാൽ തന്നെ ഈ പറഞ്ഞ പൊടിപടലങ്ങൾ ഒന്നിച്ച് ആകാശത്തിൽ, മേഘത്തിൽ പതിഞ്ഞുകൊണ്ട് പിന്നീട് മഴ പെയ്തപ്പോൾ ഈ ചാര നിറത്തിലുള്ള പൊടി ഒന്നിച്ച് താഴേക്ക് വീഴുകയാണ്. ഇങ്ങനെയാണ് ആഷ് റെയിൻ
ചാരനിറത്തിലുള്ള മഴ ഉണ്ടാകുന്നത്. ഇത്തരമൊരു പ്രതിഭാസം ഇടയ്ക്കിടയ്ക്ക് ഇന്തോനേഷ്യയിൽ നടക്കാറുള്ളതാണ്. അഞ്ചാമതായിട്ട് വരുന്നത് ഇലമഴയാണ്. അതായത് ആകാശത്ത് നിന്ന് മഴയ്ക്ക് പകരം ഒരുപോലെ താഴേക്ക് വീഴുന്നത് ഇത്തരം മരത്തിന്റെ ഇലകളാണ്. 1990 ഫ്രാൻസിലെ ഓട്രിക് എന്നൊരു ഗ്രാമപ്രദേശത്ത് ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു കൂട്ടം ഓക്ക് മരങ്ങളുടെ ഇലകൾ ഇത്തരത്തിൽ തന്നെ ഒരു വലിയ ചുഴലിക്കാറ്റിൽ പെട്ടുകൊണ്ട് ഒന്നിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ്. ഇത്തരമൊരു കാറ്റ് ആ ഭാഗത്ത് 3 ദിവസം തൊട്ട് 6 ദിവസം വരെയൊക്കെ നീണ്ടു നിന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് മഴ പെയ്തപ്പോൾ ഈ പറഞ്ഞ ഓക്ക് മരത്തിന്റെ ഇലകളെല്ലാം ഒന്നിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് ആളുകൾ വലിയ രീതിയിൽ തന്നെ അത്ഭുതപ്പെട്ടിരുന്നു. അന്നത്തെ ആ ഒരു കാലത്ത് ഇത്തരമൊരു സംഭവം വലിയൊരു വാർത്ത തന്നെയായിരുന്നു. ആറാമതായിട്ട് വരുന്നത് ഒരു വ്യത്യസ്ത മഴയാണ്. അതായത് ആപ്പിൾ മഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും എന്ത് തള്ളാണ് ഈ തള്ളുന്നതെന്ന്. എന്നാൽ ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിലും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് 2001 UK-യിലാണ്. അവിടെയുള്ള ഒരു ആപ്പിൾ തോട്ടത്തിലെ ആപ്പിളുകളെല്ലാം ഇത്തരത്തിൽ ഒരു വലിയ കാറ്റിൽ അകപ്പെട്ടുകൊണ്ട് പാറിപ്പോവുകയാണ്. ഒടുവിൽ ഈ ഒരു കാറ്റിന്റെ വേഗത കുറഞ്ഞതോടുകൂടി ഈ ആപ്പിളുകളെല്ലാം ഒരുപോലെ താഴേക്ക് വീഴുകയാണ്. ഇത്തരമൊരു സംഭവം 5 മിനിറ്റ് നേരം നീണ്ടു നിന്നിരുന്നു. ഇതിങ്ങനെ വീഴുന്ന സമയത്ത് നടന്നു പോകുന്ന ആളുകളുടെ തലയിലും അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഗ്ലാസിനു മുകളിലുമെല്ലാം വീണുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. ഏഴാമതായിട്ട് വരുന്നത് മറ്റൊരു വ്യത്യസ്ത മഴയാണ്. അതായത് വവ്വാൽ മഴ അഥവാ ബാറ്റ് റെയിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മഴകളെല്ലാം ആകാശത്ത് നിന്നാണ് വീഴുന്നതെങ്കിൽ ഈ പറയാൻ പോകുന്ന മഴ വീഴുന്നത് മരങ്ങളുടെ മുകളിൽ നിന്നാണ്. ഇത്തരമൊരു കാര്യം നടക്കുന്നത് 2017 ഓസ്ട്രേലിയയിലാണ്. അവിടെയുള്ള വലിയ മരങ്ങളിൽ നിന്നെല്ലാം ഇത്തരം വവ്വാലുകൾ കൂട്ടമായി കൊണ്ട് ഒരുപോലെ താഴേക്ക് വീഴുകയാണ്. അങ്ങനെ എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നറിയാനായിട്ട് പരീക്ഷണങ്ങളെല്ലാം നടത്തി നോക്കിയപ്പോൾ അവർക്കറിയാനായത് ഇവയെല്ലാം കാലാവസ്ഥാ മാറ്റം ചൂട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരുപോലെ ചത്ത് വീഴുന്നത്. ആ ഒരു സമയത്ത് അവിടുത്തെ ആ ഒരു പ്രദേശത്തിന്റെ ചൂടെന്നത് 41 ഡിഗ്രി ആയിരുന്നു. ഈ ഒരു ചൂട് സഹിക്കാതെയാണ് ഇത്തരത്തിൽ തന്നെ വവ്വാലുകൾ ഇങ്ങനെ ചത്ത് വീണുകൊണ്ടിരുന്നത്. നിങ്ങൾ ഈ കണ്ട മഴകളൊന്നും കൂടാതെ തന്നെ പാമ്പ് മഴ, ജെല്ലി മഴ, മിൽക്കി റെയിൻ എന്നിങ്ങനെയുള്ള നിരവധി വിചിത്രമായിട്ടുള്ള മഴകൾ നമ്മുടെ ഒരു ലോകത്ത് നടക്കാറുണ്ട്. അതിൽ വെറും വളരെ കുറഞ്ഞ മഴകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ മഴകളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ചുവന്ന നിറത്തിലുള്ള മഴ മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ മഴകളെ എല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.